ന്യൂ നന്മ മെഡിക്കൽ സ്റ്റോർ, പാഞ്ഞാൾ ആൻഡ് കിള്ളിമംഗലം. മിതമായ നിരക്കിൽ അലോപ്പതി, ആയുർവേദ, വെറ്റിനറി വിഭാഗങ്ങളിലെ എല്ലാത്തരം മരുന്നുകളും ലഭ്യമാകുന്ന ഒരേയൊരു സ്ഥാപനം. കൂടാതെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അലോപ്പതി, ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ന്യൂ നന്മ മെഡിക്കൽ, പഞ്ചായത്ത് ഓഫീസിന് മുൻവശം, പാഞ്ഞാൾ. പൈങ്കുളത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയിടം കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നതിൽ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. ഗ്രാമീണ വനിതകൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങളാക്കി മാറ്റണമെന്നാണ് ജനകീയ ആവശ്യം. പാഞ്ഞാളിലെ വഴിയിടം തൊഴിലിടമാക്കണമെന്ന ആവശ്യം ശക്തം. ലക്ഷങ്ങൾ മുടക്കി പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ജംഗ്ഷന് സമീപം നിർമ്മിച്ച വഴിയിടം കെട്ടിടം വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ഈ കെട്ടിടം വനിതകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിലിടമാക്കി മാറ്റി തുറന്നിട്ട് 2 വർഷത്തിന് മേലെ 2 ദിവസം നടത്തി. 2 ദിവസം പഞ്ചായത്തിന്റെ ആളെ വെച്ച് 2 ദിവസം നടത്തി. പിന്നെ ഉണ്ടായില്ല. ആർക്കും ഉപകാരപ്പെട്ടില്ല. ഉപകാരപ്പെടാൻ ഇവിടെ ആൾക്കാർ വരുന്നില്ല. അതന്നെയാണ്. മറ്റെന്തെങ്കിലും സ്ഥാപനമാക്കി മാറ്റി ഉപകാരം ഉണ്ടാവോ? മറ്റെന്തെങ്കിലും വല്ല ഹോട്ടലോ വീട്ടിലൊക്കെ ആക്കി നടത്തിയാൽ ഉപകാരം ഉണ്ടാവും. അതിന് അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ട്. അറിയില്ല. എന്തായാലും ഇതൊരു 2-3 കടമുറി കെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇവിടെ 2-3 കടമുറി കെട്ടിയിട്ട് അത്യാവശ്യം പോകേണ്ടവർക്ക് ബാക്കിൽ 2 ബാത്റൂം കെട്ടിയിട്ട് നടക്കുമായിരുന്നു. അവരാണ് ഒരു കടമുറി ഞാനിത് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു കടമുറി ചെയ്യാമെന്നും പറഞ്ഞു. സമ്മതിച്ചില്ല അവർ. ണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏകദേശം 14 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തുകയിട്ട് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 1-2 ആഴ്ച മാത്രമാണ് പ്രവർത്തിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കുന്നത്ത് പറയുന്നതനുസരിച്ച് തീർത്തും ഗ്രാമീണ മേഖലയായ പൈങ്കുളത്ത് പൊതു ശൌചാലയത്തിനായി വഴിയിടം നിർമ്മിച്ചത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘവീക്ഷണക്കുറവാണ്. വികസനത്തിന് BJP എതിരല്ലെന്നും എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ലക്ഷങ്ങൾ പാഴാക്കി കളയുന്നതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പാഞ്ഞാൾ പഞ്ചായത്തിന്റെ ഈ 2 വർഷത്തോളമായി ഇതുപോലെ ഒരു ഭയങ്കര ഒരു കൊട്ടിഘോഷിച്ച ഒരു ഉദ്ഘാടന മഹാമഹം നടത്തിയ ഒരു സംഭവമാണ് ഈ പാഞ്ഞാൾ പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള വഴിയിടം എന്ന ഈ ഒരു സംഭവം. സത്യം പറയുകയാണെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇതുപോലെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമാണ് പാഞ്ഞാൾ പഞ്ചായത്തിന്റെ പല ഭാഗത്തും കാണാൻ കഴിയുക. ഇത് 2 വർഷത്തോളമായി ഇതുപോലെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇതുപോലൊരു സംഭവം ഇവിടെ പണിതിട്ടിട്ട് ഇതുപോലെ എന്താ പറയുക, പട്ടിയും അല്ലെങ്കിൽ അതുപോലെയുള്ള മൃഗങ്ങളും ഒക്കെ കയറി ആകെ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷനോട് അടുപ്പിച്ച് ആരെങ്കിലും 5-6 പ്രവർത്തകർ വരും, MLA ഉണ്ട്, ഇവിടെ MP ഉണ്ട്, ഇവരൊക്കെ എന്തെങ്കിലും വന്ന് അവർക്ക് തോന്നിയ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും. എല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. വഴിയിടം കെട്ടിടം ഉൾപ്പെടെ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തി കുടുംബശ്രീയുടെ സഹായത്തോടെ വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കാവുന്ന സംരംഭങ്ങളാക്കി മാറ്റണമെന്നും രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമുള്ള പ്രഖ്യാപനങ്ങളിലല്ല, മറിച്ച് പ്രഖ്യാപിച്ച പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിലനിർത്തുന്നതിലാണ് ഭരണസമിതി ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലെ ഒരു അതിശയം എന്ന് പറയുന്നത് 100% തികച്ചും ഒരു ഗ്രാമീണ മേഖലയാണ് ഈ പൈങ്കുളം പോലുള്ള ഈ മേഖല. ഇവിടെയൊക്കെ എല്ലാവരും ഈ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആളുകളാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്നൊന്നും ഇവിടെ ആരും വന്ന് താമസിക്കുകയോ ക്യാമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നിലവിലില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു സംഭവം വഴിയിടം എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതിക്ക് പകരം ജനങ്ങൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ജനോപകാരപ്രദമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഈ ഒരു ഉപയോഗിച്ചിട്ട് ചെയ്യായിരുന്നു. ഇനിയെങ്കിലും ഇതുപോലെ പൂട്ടിയിട്ട് 100% നഷ്ടപ്പെടുത്തി ഗവൺമെന്റിന്റെ ഫണ്ട് നശിപ്പിക്കുന്ന ഇതുപോലുള്ള പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിപാടിയാക്കി ഇത് മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. ഒരു നല്ല ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച് 10 പേർക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടുന്ന ഒരു പരിപാടിയാക്കിയിട്ടെങ്കിലും ഇത് മാറ്റണം. ഇതുകൊണ്ട് ഈ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ആൾക്ക് ഒരു പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ എനിക്കതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്തിൻ്റെ ചുമതലക്കാരെന്നുള്ള രീതിയിൽ ശക്തമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ എതിർക്കുകയാണ്. കാരണം ഇതുകൊണ്ട് ഒരു പ്രയോജനം ഈ നാട്ടുകാർക്ക് ഇവിടെ നമുക്ക് പ്രയോജനം ലഭിക്കുന്നില്ല. അത് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളിത് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഇത് കിടക്കില്ലല്ലോ. പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ശക്തമായ സമര പരിപാടികളുമായി BJP രംഗത്ത് വരുമെന്നും രാമചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി.
പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം പോലൊരു ഗ്രാമീണ മേഖലയിൽ ഇത്തരം ഒരു പൊതു ശൗചാലയം ആവശ്യമില്ലെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കെട്ടിടങ്ങളെ വനിതകളുടെ തൊഴിലിടം മാറ്റണമെന്നാണ് ഈ പ്രദേശവാസികളുടെ അഭിപ്രായം. ക്യാമറാമാൻ വിനോദിനൊപ്പം CCVക്ക് വേണ്ടി സുമേഷ് അരയമ്പറമ്പിൽ.